2024 ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഞാൻ പറയും വളരെ ഷോർട്ട് ആയിട്ട് നോ. അതിന്റെ റീസൺസ് വളരെ ലോങ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. Hi, hello, welcome to Growgrams official YouTube channel. My name is Grace P. Johns. ഞാൻ ഓൾമോസ്റ്റ് 6 years ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇൻക്ലൂഡിങ് എന്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നത് തൊട്ട് ഞങ്ങളുടെ അക്കാഡമിക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ഈ ഫീൽഡിൽ ഓൾമോസ്റ്റ് ഒരു 6 to 7 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇതിന്റെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള സമയം, അതായത് കൊറോണയുടെ ടൈമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കുള്ള സ്കോപ്പ് കാരണം കൂടുതൽ പഠിച്ച് അത് ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. സോ അതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എന്റെ കോഴ്സ് പരസ്യം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. ഞാൻ പറയാൻ പോകുന്നത് ഈ ഫീൽഡിൽ ഇപ്പോൾ നടക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 1000+ ആളുകളെ ഇന്റർവ്യൂ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ ഫീൽഡിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. ആദ്യം തന്നെ ഞാൻ ഈ ഷോർട്ട് ആൻസർ എന്തുകൊണ്ടാണെന്ന് പറയാം. 2024 എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കരുത്? അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റായി മാറുന്നുണ്ട്. ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. 3000 രൂപ അല്ലെങ്കിൽ 299 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് പഠിക്കുന്ന ആളുകൾ തൊട്ട് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കൊടുത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡയറക്റ്റ് മെറ്റയുടെ കീഴിൽ പഠിക്കുന്ന ആളുകൾ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീൽഡിൽ ഇന്ന് കേരളത്തിലുണ്ട്. ആദ്യം തന്നെ നമുക്ക് സംസാരിക്കേണ്ടത് പ്ലേസ്മെന്റിനെ കുറിച്ചിട്ടാണ്, അഥവാ ജോബിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫീൽഡിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 to 3 years ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ജോബിലേക്ക്, അതായത് പല ഡിജിറ്റൽ മാർക്കറ്റേഴ്സും അവകാശപ്പെടുന്ന ഒരു 40,000 രൂപ 50,000 രൂപ സാലറി പാക്കേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമീസും പ്രോമിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ 1 ലക്ഷം രൂപ സാലറി പാക്കേജിലും 2 ലക്ഷം രൂപ സാലറി പാക്കേജിലൊക്കെ ജോയിൻ ചെയ്യാന്നാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം തന്നെ ഒരു 6,000 7,000 റുപ്പീസിന് എവിടെയെങ്കിലും സെറ്റിൽ ആവുകയും പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വെറുതെ പോകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹയറിംഗ് പ്രൊസീജിയേഴ്സിൽ പോലും ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു 1 to 2 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ അടുത്തത് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടി വന്നത് എന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു വലിയ ബിഗ് കമ്പനീസിലേക്ക് നിങ്ങളെ ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് വരും. രണ്ടാമത്തെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് കുറെ ടെക്നിക്കലായി പഠിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ നോളജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒരുപക്ഷെ ഏസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം, ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം കേട്ടോ. ആൻഡ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇന്ന് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ 250 രൂപ മുതൽ 2 lakhs വരെയുള്ള പ്രൈസ് പോയിന്റ്സിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും. ഇതിൽ 250 രൂപയ്ക്ക് ഓഫ് കോഴ്സ് റെക്കോർഡഡ് സെഷൻസ് കുറെ തരും, അത് പഠിക്കുക. ദെൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, ഒരു എക്സാം പോലെ എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതായിരിക്കും ഇതിന്റെ ഒരു ബേസിക് ഗൈഡ് ലൈൻ. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കരുത്. ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി തന്നെ പഠിക്കുന്നതാണ്. ആൻഡ് കമ്മിങ് ഓൺ 20,000-25,000 പ്രൈസ് ബ്രാക്കറ്റ് ആണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രൈസ് പോയിന്റ്. ആൻഡ് ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ റിമോട്ട് ആയിട്ട് പഠിക്കരുത്. പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയി പോയി പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഞങ്ങളെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ലാർജ്ലി 2 lakhs-ന്റെ ഒക്കെ മെറ്റയുടെ ഡയറക്റ്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ട് പഠിക്കുകയും അതിന് സെപ്പറേറ്റ് കോച്ചിങ് എടുക്കുകയും ദെൻ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഒരു മാൻഡേറ്ററി, ബട്ട് സ്റ്റിൽ അങ്ങനത്തെയുള്ള കോഴ്സസും പിന്നീട് അത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് നമ്മൾ കമ്മിങ് ടു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഒരു 90% പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 1000 സ്റ്റുഡൻസിന്റെ അടുത്ത് പിടിച്ചിട്ട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടും എന്റെ തന്നെ ക്ലയൻസിന്റെ കമ്പനീസിനും പല കോർപ്പറേറ്റ് കമ്പനീസിന് വേണ്ടിയിട്ടും ഹയറിംഗിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ പ്രോസസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, ഒരു 90% ഈവൻ ബിഗ് നെയിംസ് ഉള്ള ഏജൻസീസ് പോലും അവരുടെ സ്റ്റുഡൻസിനെ മര്യാദയ്ക്കല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഏറ്റവും
വലിയൊരു എക്സാമ്പിൾ, ഞാനൊരു കുട്ടിയുടെ അടുത്ത് ഏകദേശം എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ഒരു ആഡ് ക്യാമ്പയിൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് റൺ ചെയ്ത് തുടങ്ങാൻ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു ഫുൾ ഡേ എടുക്കും ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാനാണോ ഒരു ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യാനാണോ ഈ സമയം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് തിരിച്ചു പറഞ്ഞത് ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ 1 ദിവസവും ഒപ്റ്റിമൈസ് ചെയ്യാൻ 7 ദിവസവും എന്നാണ്. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ മാക്സിമം അറ്റ് മാക്സ് നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇറ്റ് മേ ടേക്ക് 4 days മാക്സിമം. അതിന്റെ ഒരു ഡാറ്റ ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് കൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം. ഈ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വളരെ പ്രൊനൗൺഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾമോസ്റ്റ് ഒരു 30,000 കൊടുത്ത് ഓഫ്ലൈനായി പോയി പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങൾ ചോദിക്കുന്നത് കുട്ടിയുടെ പ്രശ്നമായിരിക്കും എന്ന്. ഈ സെയിം ഏജൻസിയിൽ നിന്നുള്ള വേറെയും കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഈ സിമിലർ അവസ്ഥ തന്നെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ആൻഡ് ഇത് ഒരു ഏജൻസിയുടെ പ്രശ്നം മാത്രമല്ല, ഒരുപാട് ഏജൻസീസ് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ മൈൻഡിൽ കാണുന്ന ഏജൻസി പോലും ചിലപ്പോൾ ഞാൻ ഈ എന്റെ മൈൻഡിൽ ഞാൻ പേരുകൾ ഒന്നിനെയും പറയാത്തത് ഞാൻ ഒരു രീതിയിലും മറ്റൊരു ബിസിനസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ മേക്ക് ഷുവർ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കല്ല ചെന്ന് വീഴുന്നത്. ഇതിന്റെ അലുമിനീസിനോട് വളരെ കൃത്യമായി സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ ഏജൻസീസ് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് നമ്പർ 4 സാച്ചുറേഷനെ കുറിച്ച് പറയാം. ആസ് വി സേ 299 മുതൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് വരെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഓരോ കാലത്തും എഡ്യൂക്കേഷനിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ട്രെൻഡാണ് അല്ലെ. ഒരു നാള് കുറെ എഞ്ചിനീയേഴ്സിനെ വേണ്ടിയിട്ടായിരുന്നു, കുറച്ച് നാള് അത് MBBS ആർക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇപ്പോ ഐ തിങ്ക് പോസ്റ്റ് കൊറോണയ്ക്ക് ശേഷം ഇത് ഭയങ്കരമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഞാനൊരു സത്യാവസ്ഥ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ പോലും ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു 6,000 റുപ്പീസിന്റെ മേലേക്ക് വർത്ത് ആണെന്ന് തോന്നുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളൂ. സോ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കാരണം നിങ്ങൾ സംസാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാനായിട്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒരു 4 to 5 അല്ലെങ്കിൽ ഒരു 2 years പ്ലസ് എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന സാലറിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും. ദാറ്റ്സ് എ ഫാക്ട്. നമ്മൾ പോലും 40-50K ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ആളുകളുണ്ട്. ഓൾമോസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ്. ഞാൻ വർക്ക് ചെയ്തപ്പോഴായാലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 60,000 to 70,000 പെർ മന്ത് സാലറി വരുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾ ദ പാർട്ട് ഓഫ് ദ ഗെയിം. ലൈക് യു വിൽ ഗെറ്റ് ഇറ്റ് വെൻ യു ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ആ എക്സ്പീരിയൻസിലേക്ക് എത്തുന്നത് ഇത്രയധികം സാച്ചുറേഷൻ ആവുമ്പോൾ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു വാർണിംഗ് ആയിട്ട് തരുന്നേ ഉള്ളൂ. ഇതൊന്നും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ബിക്കോസ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ വളരെയധികം ഫാന്റസൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ജോലിയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ ഫീൽഡിനെ കുറ്റം പറയുന്നതല്ല. ഈ ഫീൽഡിലെ ഗുണവും ദോഷവും ഒരേപോലെ ഇരുന്ന് പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ആൻഡ് നമ്പർ 5 ഹൗ ടു ലേൺ ഇറ്റ്. അപ്പൊ ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറ്റം പറഞ്ഞു, 50,000 രൂപ വാങ്ങിക്കുന്നതിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ പഠിക്കും. എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് റിസോഴ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലാണ് ഏറ്റവും നല്ല റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള വീഡിയോസ് കാണാം. മലയാളത്തിലുള്ളതെല്ലാം അത്ര അപ് ടു ഡേറ്റ് ആണെന്നും നല്ലതാണെന്നും ഞാൻ അവകാശപ്പെടില്ല. പക്ഷെ മലയാളത്തിൽ അത്യാവശ്യം നല്ല വീഡിയോസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചിട്ടും ഫ്രീ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും ചെയ്യാം. അങ്ങനെ പഠിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് നിങ്ങൾ പോവുക. മേ ബി ഒരു 3,000 or 4,000 റുപ്പീസ് അവർ ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു പേയ്മെന്റ് തരികയോ ചെയ്യുകയാണെങ്കിൽ സന്തോഷം. അങ്ങനെ ഇന്റേൺഷിപ്സ് ആയിട്ട് നിങ്ങൾ ഒരു 6 months or 8 months എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ, റിമോട്ട് ഓർ അല്ലാതെയോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആവും. ദെൻ ഗോ ഫോർ ദ ജോബ്. ബിക്കോസ് ഐ വുഡ് സേ ഞാനാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ നോളജ് ആണ് പ്രധാനം. നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുള്ളത് എന്റെ പ്രശ്നമേ അല്ല. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജോലിക്ക് എടുക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ IT ആൻഡ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ പ്രോബ്ലം. അങ്ങനെ നിങ്ങളൊന്ന് പെർസ്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ദാറ്റ് ഇസ് ഞാൻ ഹൗ ടു ലേൺ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. അതിലേക്ക് തന്നെ ഞാൻ വീണ്ടും തിരിച്ചു വരാണ്. 6ാമത്തതും എന്റെ ഏറ്റവും വലിയ പോയിന്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി തരികയാണ്. എല്ലാ സാധനങ്ങളും നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്ന് പഠിച്ചെടുക്കുന്ന എല്ലാവരും പോകുന്നത് എന്നുള്ളതും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഒരു പോർട്ട്ഫോളിയോ തരികയാണെന്ന് വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആൻഡ് ഇതിൽ നിങ്ങൾ ആലോചിക്കുക
ചിന്തിക്കേണ്ടത് നിങ്ങൾ എവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഡിജിറ്റൽ മാർക്കറ്ററിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഞങ്ങളെ പോലുള്ള IT കമ്പനീസിൽ വർക്ക് ചെയ്യാം, പല ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ആൻഡ് നമ്പർ 2 നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിസിനസിന്റെ ഇൻഹൗസ് ടീമിലേക്ക് വർക്ക് ചെയ്യാം. ഐ തിങ്ക് ഇൻഹൗസിൽ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയർ ആണ്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഗൈഡൻസ് ഇല്ലാതെ ആയിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കുള്ള എക്യുപ്ഡ് ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. എന്നിട്ട് നിങ്ങൾ IT കമ്പനീസിനെ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ IT കമ്പനീസിലേക്കാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുക. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ല ഇതിൽ നിങ്ങൾക്ക് എതിർത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബൈ ബൈ.